അപ്പോൾ ഞാൻ COS എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ എനിക്ക് തന്ന വാക്കിൻ്റെ പേരിൽ ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല, അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ് ഇല്ല. ഹായ് ഗൈസ്, നമസ്കാരം. എനിക്കറിയാം എല്ലാവരും ബിഗ് ബോസിന്റെ ഒരു ചൂടിലാണ്. ബിഗ് ബോസ് കണ്ടന്റുകൾ കാണാനും ബിഗ് ബോസ് കണ്ടന്റുകൾ കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ ടൈമിൽ ഇമാതിരി കണ്ടന്റ് കൊണ്ടുവരണോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിൽ ഫസ്റ്റ് വീഡിയോ വരുന്നു, സെക്കൻഡ് എടുക്കണം, തേർഡ് എടുക്കണം. ഇന്ന് തന്നെ നമ്മൾ എല്ലാ വീഡിയോയും ഇട്ട് അങ്ങ് തീർക്കും. അതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസ്റ്റ് എടുക്കാം. So guys, welcome to my YouTube channel and don't forget to subscribe. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ആദ്യം തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. ബ്രോ, അതിലെ ഇൻസിഡന്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. വാട്സപ്പിൽ സ്റ്റോറി ഇട്ടതിരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്നത് വേക്കൻസി ഉണ്ട്, ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ വയ്ക്കുന്നു. ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞു. 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു. ഓഫർ ലെറ്റർ തന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അപ്പോഴും തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജയുടെ അടുത്ത്. അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി ഇല്ലാതെ സോർട്ട് ചെയ്യാതെ അവർ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗമാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും. അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് COS, അതായത് മറ്റേ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു COS ഉണ്ട്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ അത് അയച്ചത് നമുക്ക് വെരിഫൈ ചെയ്യാനൊന്നും ഓപ്ഷനില്ല. COSൽ വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു. അപ്പോഴത്തേനും ആദ്യ പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത്. അതിനുശേഷം ആ സമയപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞു അവനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീരജ എന്നോട് പറഞ്ഞു നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് അവൻ്റെ അഡ്രസ്സ് തന്നു, അഡ്രസ്സിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ് എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു. ഞാൻ തെറി പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഫേക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു. എനിക്ക് തെറി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നീരജ അമ്മൂസ് 1.12 lakh സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു വെൽ നോൺ പേഴ്സൺ ആണ്. പുള്ളിക്കാരിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ആൾ ചെയ്യുന്നത്. പിന്നെ കുറേ എന്തൊക്കെയോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും ആളുടെ വീഡിയോൻ്റെ താഴെ വന്ന നെഗറ്റീവ് കമൻറ്റിന് റിയാക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ ആളുടെ ചാനലിൽ കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഒരു സുഹൃത്ത് COS, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒരു 8-9 ആൾക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഈ പുള്ളിക്കാരിക്ക് ഷെയർ ചെയ്യുന്നു. പുള്ളിക്കാരി അത് എന്ത് ചെയ്യുന്നു, അവരുടെ മീഡിയയിൽ കൂടെ പബ്ലിക് ആക്കിയിട്ട് ഇടുന്നു. അപ്പം ഇത് കണ്ട സമയത്ത് ഈ ഒരു UK-യിലൊക്കെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടണമെന്ന ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഏജൻസി ഇവരെ കോണ്ടാക്ട് ചെയ്യുകയും അവർ പൈസ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാൾക്ക് ഒരു 16 ലക്ഷത്തോളം ഇട്ടു എന്ന് കരുതുക. അതിനാകുമ്പോൾ ഒരു 8 ആൾക്കൊക്കെ എന്ന് പറയുന്ന സമയത്ത് 1 കോടിയുടെ മുകളിൽ പൈസ എല്ലാ കാര്യങ്ങൾക്കും ചിലവായി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൈസയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം പക്ക ഫേക്കായിരുന്നു. അത് പിന്നെ അവർ കണ്ടുപിടിക്കുകയും അവർ ഈ നീരജേനോട് ചോദിച്ച സമയത്ത് എനിക്കിതൊന്നും അറിയില്ല രാമനാരായണ, നിങ്ങൾ ആ പറഞ്ഞ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യൂ, എനിക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാരുടെ പൈസ പോയി. ഇതിൽ ആദ്യം റിജക്ഷൻ കിട്ടിയിട്ടില്ല, ഈ സർട്ടിഫിക്കറ്റിന് വന്ന് ഫസ്റ്റ് ടൈം റിജക്ഷൻ കിട്ടിയിട്ടുള്ള പുള്ളിക്കാരിക്ക് 10 വർഷത്തേക്ക് UK-യിൽ ബാനും കിട്ടി. കാരണം കള്ളത്തരം വഴി കയറാൻ നോക്കുന്നൊരു സെറ്റപ്പാണല്ലോ അവിടെ ഉണ്ടായത്. അപ്പം ഇത് ഭയങ്കര പ്രശ്നമായി. ഇത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും ഇൻസ്റ്റഗ്രാമിലാണ് വലിയൊരു ഡിസ്കഷൻ വന്നത്. കാരണം ഞാൻ യൂട്യൂബിൽ വലിയ തോതിൽ ഈ സാധനം അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് ഫെയിമിലുള്ള ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇവരുടെ റിയൽ ലൈഫും രണ്ടാണ്. ഇവർ ഈ വ്ളോഗ് കാണിക്കുന്നതും ഇവർ ഈ വ്ളോഗിൽ പറയുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കരുതും ഇവരെന്തോ അടിപൊളി സെറ്റപ്പ് ആൾക്കാരാണ്. ഇവരെന്താന്നുള്ളത് ഇവരറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, പബ്ലിക്കലി ഉള്ള ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ ഇവർ പറ്റിക്കില്ല, ഉടായിപ്പായിരിക്കില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങളുടെ പൈസ കൊടുത്തത്. അതാണ് ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്. ഏത് ഫിഗർ ആണെങ്കിലും ആരെയും വിശ്വസിക്കരുത്. മനുഷ്യന്മാരാണല്ലോ, വിശ്വസിക്കേണ്ടവരെ മാത്രം വിശ്വസിക്കുക. അത് ഇത്രയും പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്ത മണ്ടത്തരം. രണ്ടാമതൊരു മണ്ടത്തരം,
എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് പുറത്തോട്ട് പോകണം, എങ്ങനെയെങ്കിലും പുറത്ത് സെറ്റിൽ ആവണം. കാരണം അവിടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബെറ്റർ ലൈഫ് കിട്ടും, ബെറ്റർ സാലറി കിട്ടും. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. നല്ലതാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിയിൽ മാത്രം പോയി പൈസ കൊടുക്കുക. എനിക്കറിയുന്ന എത്രയോ ആൾക്കാർ തന്നെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ, എൻ്റെ ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ മോനൊക്കെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഗൾഫ് കൊണ്ടുപോകുക, അവിടെ കൊണ്ടുപോകുക, ഇവിടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുറേ ടീമുകൾ വാങ്ങും. ഇവന്മാർ ഈ പൈസയും വാങ്ങി എന്ത് ചെയ്യും? മുക്കും. ഇത് 100% നിങ്ങൾ വിശ്വസിച്ചോ. നിങ്ങളങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ മാത്രം എന്ത് ചെയ്യുക? പൈസ കൊടുക്കുക. അല്ലാത്ത ഒരു ടീമിനും നിങ്ങൾ എന്ത് ചെയ്യരുത്? പൈസ കൊടുക്കാൻ നിൽക്കരുത്. എന്ത് ട്രസ്റ്റാണ് നിങ്ങൾക്ക് ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞ ആളിലുണ്ടായിരുന്നത്? 16 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് തേർഡ് തിങ് എനിക്ക് പറയാനുള്ളത്, കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ ശ്രമിക്കുക നീരജ. കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ പറയാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പം കേൾപ്പിച്ചു തരാം. ഇവരെനിക്ക് അയച്ച മെസ്സേജിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പരിപാടി നടക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം, 48 lakhs സംതിങ്. സോ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ 5 മണിക്കുള്ളിൽ റീഫണ്ട് അയക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഈവനിങ് 5 മണിക്കുള്ളിൽ തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇത്രയും ദിവസം പോസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് റീഫണ്ട് കഴിഞ്ഞ കാര്യം സോൾവ് ആകത്തില്ല കേട്ടോ. ഇനിയെങ്കിലും പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. എന്തുമാത്രം ഉറപ്പൊക്കെയായിരുന്നു തന്നിരുന്നേ. വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിൽക്കരുത്. ആരുടെ അടുത്താണേലും ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കണം. പാലിക്കാൻ പറ്റത്തില്ല, വാക്ക് പറയാൻ നിൽക്കരുത്. ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇനിയെങ്കിലും വേറെ ആരുടെയെങ്കിലും എടുത്തോ. ഞാനായോണ്ട് ഒരു കണക്കിന് ഞാൻ മാനേജ് ചെയ്ത് വിടുന്നു. വേറെ ഇടത്തില്ലാരും ഞാൻ പറയുന്നില്ലേ, എന്താ പരിപാടി ഇനിയും കാണിക്കാൻ നിൽക്കരുത്. പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാനും ഉറപ്പ് കൊടുക്കാനും നിൽക്കുക. ഓക്കെ എന്നാ. ഓക്കെ, ഈ ഒരു വോയിസിൽ വ്യക്തമാണ് ഞാൻ ത്രൂ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ COS എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ അയാൾ എന്ത് വലിയ മണ്ടത്തരാണ് ഈ പെൺകുട്ടി പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ത്രൂ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് മോളെ സ്റ്റാറ്റസ് ഇട്ടത്? ആരാണ് മോളെ വാട്സപ്പിൽ കൂടെ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത്? അനക്ക് ട്രസ്റ്റബിൾ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ അത് ചെയ്യരുതായിരുന്നു. ഇപ്പം എന്നോട് കുറേ പേര് വന്നിട്ട് ഈ സ്റ്റാറ്റസ് ഇടാൻ പറയും. ഈ 5000 ഉറുപ്പ്യ വർക്ക് ഫ്രം ഹോം 5000 ഉറുപ്പ്യ, വർക്ക് ഫ്രം ഹോം 10000 ഉറുപ്പ്യ, 15000 ഉറുപ്പ്യ, 25000 ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എന്നെയും കോൺടാക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ ഈ സത്യസന്ധമായി പറയാം, ഞാൻ ഈ സാധനമേ ശ്രദ്ധിക്കലില്ല, ഞാനിത് നോക്കലില്ല, ഞാനിതിനൊരു പ്രയോറിറ്റി പോലും കൊടുക്കലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ സ്റ്റാറ്റസും സ്റ്റോറി ഇടാൻ നിന്നിട്ട് ലാസ്റ്റ് ഇത് ഓൺലൈൻ ജോബ് അല്ല, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കാ പണി കിട്ടുക. എടി അമ്മി നീ ഇട്ട സ്റ്റാറ്റസ് വഴിയാണ് ഞാൻ പോയത്, ഇത് എന്ത് ഇടപാടാണ്, നിനക്കാരാ തന്നത്, നീ അവരെ വിളിച്ച് ചോദിക്കുക, അവർക്ക് പൈസ കൊടുത്തു, ഈ ചോദ്യം വരും. ഞാൻ അവിടെ ബാധ്യസ്ഥയാണ്, ഞാനാണ് ഇത് ഷെയർ ചെയ്യുന്നത്, ഇതെന്ത് കണ്ടിട്ട് ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഈ അല്ലേ സ്റ്റാറ്റസ് ഇട്ടത്? ഈ നീരജ അമ്മൂസ് അല്ലേ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത്? നീരജ അമ്മൂസുമായിട്ടല്ലേ അവർ പല കാര്യങ്ങളും സംസാരിച്ചത്. അപ്പം എങ്ങനെയാണ് കണക്റ്റഡ് അല്ല എന്ന് പറയുക? ഒന്ന് UK പോയി അവിടെ ഒരു 2 കൊല്ലം 3 കൊല്ലം ജീവിച്ച് കഴിയുമ്പോഴേക്കും ഞാനെന്തോ വലിയ സംഭവമായി, ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ എനിക്ക് അവിടെ എത്തിക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള കുറേ ആൾക്കാരുണ്ട്. ആ ലിസ്റ്റിൽ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്, നിങ്ങളുടെ സൈഡിൽ പറ്റിയ അബദ്ധമാണ്, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും. പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നതിന് നിങ്ങൾ ഇത്ര ദേഷ്യം പിടിക്കേണ്ട. ഒരാളുടെ പേരിൽ 8 ലക്ഷം രൂപയാണ്, 45 ലക്ഷം രൂപയാണ് നിങ്ങൾ വിഴുങ്ങിയിട്ടുള്ളത്. അത് പുള്ളി കിട്ടണമെങ്കിൽ പുള്ളി ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയാണ് ചോദിക്കുക, ആ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുക. ഒരു 1000 ഉറുപ്പ്യ കടം കിട്ടാനുണ്ടെങ്കിൽ അമ്മാതിരി പ്രശ്നം ഉണ്ടാക്കുന്ന ലോകമാണ്. അപ്പോഴാണ് 45 ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് അവരെ പറ്റിച്ച് അവരെ കബളിപ്പിച്ചിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് 10 കൊല്ലത്തേക്ക് UK ബാൻ കിട്ടിയിട്ട് പൈസ ചോദിക്കുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് പറയുന്നത് നാണല്ലേ? കുറച്ച് ഉളുപ്പില്ലേ? കുറച്ച് ലജ്ജയില്ലേ? നിങ്ങളൊക്കെ എന്ത് ഇൻഫ്ലുവൻസറാണ്? നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റുമോ? എന്ത് കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്കുള്ളത്? അവനവൻ്റെ ഫോണിലിടുന്ന ഒരു സ്റ്റാറ്റസിനോട് പോലും കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ. എന്ത് കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഉള്ളത്? ഒരു 1.12 lakh സബ്സ്ക്രൈബർ ആയപ്പോഴേക്കും ഞാനെന്തോ വലിയ സംഭവമായെന്ന് തോന്നുന്നു. അല്ലടോ ഈ 8 ആൾക്കാരുടെ ഫാമിലീൻ്റെ കണ്ണീരില്ലേ, അതിൽ ജീവിതകാലം മുഴുവൻ എന്നെ ബാധിക്കും. ഈ എന്താ ചെയ്യേണ്ടത്? ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ എന്തായാലും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തോ ആ കമ്പനിയായിട്ടോ സംസാരിച്ച് കൊടുക്കേണ്ട പൈസ കൊടുത്ത് തീർക്കണമായിരുന്നു. ഇത് ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് ന്യായീകരിക്കരുത്. സ്റ്റാർട്ടിങ് ഫുള്ള് എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവസാനം എത്തിയപ്പോഴേക്ക് കൈ അങ്ങ് ഒഴിഞ്ഞു. അയാൾ എനിക്ക് തന്ന വാക്കിന്റെ പേരിൽ ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ്, ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമാണ് ഇത്, ഇനി ഞാൻ ഇതിലോട്ടില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി, ഞാൻ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് June 29
ഞാൻ ഈ ഒരു ചാറ്റ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ അടുത്തുനിന്ന് ഞാൻ നിർത്തി ഈ ഒരു കമ്പനിയുടെ അടുത്ത്. അതിനൊക്കെയുള്ള റൈറ്റ് ഇല്ല, നിർത്താൻ പാടില്ല. നിർത്തി എപ്പോഴാ അറിയോ? ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ക്യാഷ് മുഴുവൻ തിരിച്ചു കൊടുത്തതിന് ശേഷം ഇമ്മാതിരി സ്റ്റാറ്റസും സ്റ്റോറി ഇടുന്ന പരിപാടി നിർത്തുക. എന്നിട്ട് അതിന് മുമ്പ് ഈ നിർത്തി കൈ ഒഴിഞ്ഞ് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമാക്കണം. എങ്ങനെയാ കൈ ഒഴിയാൻ തോന്നുന്നേ? അപ്പൊ ഇതാണോ എന്റെ കമ്മിറ്റ്മെന്റ്? എടാ പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ഇവർക്ക് ഈ COS കൊടുത്തത്? ജൂലൈ ഫസ്റ്റ് വീക്കോ? ജൂലൈ ഫസ്റ്റ് വീക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ലാസ്റ്റ് നീയും മറ്റേ ചേട്ടനും കൂടി അഭിചേട്ടനും കൂടി മറ്റേ ആ ഹോമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഹോമിലേക്ക് പോയപ്പോ അത് എന്തോ കെയർ ഹോം അല്ല, വേറെ ഹോമാണ്. സോ അവര് ഈ ഒരു ഡീൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു എന്തോ 48 lakhs സംതിങ്. അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും 1 lakh വെച്ച് അഡ്വാൻസ് തന്നു. സെക്കൻഡ് അവരെല്ലാവർക്കും 5 lakhs വെച്ച് തന്നു. അറൌണ്ട് ഒരാൾക്ക് 6 lakh വെച്ചാണ് തന്നേക്കുന്നത്. സോ ഞാൻ എപ്പോൾ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോൾ നീ പറഞ്ഞു 5 o'clock കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 48 സംതിങ് റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു? അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്? നീ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിലിപ്പോ ഞാന് ഇൻവോൾവ് ആയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഞാനാരെ ഇൻവോൾവ് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പം ആ ഒരു റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. റീഫണ്ട് കൊടുത്തതിന് ശേഷം അതായത് ജൂൺ 29 നീരജ അമ്മൂസ് എന്ന് പറയുന്ന ആള് പല വഴിയും ഇത് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആളുടെ ചാനലിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ വീഡിയോ കാണാൻ പറ്റും. എനിക്ക് ഈ വീഡിയോ ഫുള്ളെടുത്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് ഫുള്ളെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്കിതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾ നോക്കണമായിരുന്നു. നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി. ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും. പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവരിലോട്ട് എത്തിക്കുന്നതിൽ നിങ്ങൾക്ക് 100% ഉത്തരവാദിത്വമുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് വേറൊന്നും പറയണ്ട. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു YES എന്നൊരു കമൻറ്റ് മാത്രം നിങ്ങൾ ഡ്രോപ്പ് ചെയ്താൽ മതി. വേറൊന്നും വേണ്ട. വേറൊന്നും ഇതിൽ ഞാൻ പറഞ്ഞു. ഞാൻ നീരജനെ കുറ്റം പറഞ്ഞാൽ അതാക്കാൻ ഇതാക്കാൻ ഒന്നുമല്ല വന്നത്. നിങ്ങൾക്ക് അതിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എനിക്ക് അതിന് മാത്രം ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മതി. ആൻഡ് ഐ റിക്വസ്റ്റ് എവറിബഡി ടു ഡ്രോപ്പ് എ കമൻറ്റ് ഇഫ് യു തിങ്ക് ഷീ ഹാവ് ടു. ഇത്രേ പറയാനുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.